പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ കുട്ടികളായിട്ടൊന്ന് പുറത്തോട്ടൊരു ഔട്ടിങ് പോലെ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പിന്നെ കുട്ടികളെയും കൊണ്ട് പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പാക്കാതെ മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ കുട്ടീസ് രണ്ടും കൂടെ അടി കൂടിയിട്ട് റൈഹ അങ്ങ് ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവള് കെറിയിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ രണ്ടും കൂടെ തകൃതിയിൽ ഇവിടെ കളി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടവൂർ എത്തിയപ്പോഴത്തേക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരു ഫേമസ് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് കേട്ടോ, ഈ കടവൂര്. അപ്പോൾ അവിടെ എന്തോ പള്ളി പെരുന്നാൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷങ്ങളാണ് ഈ നടക്കുന്നത്. അപ്പം റോഡിന് രണ്ട് സൈഡിലായിട്ട് കുറേ സാധനങ്ങളൊക്കെ ആൾക്കാരും ഒക്കെ ആയിട്ട് ആകെ ബഹളമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു പള്ളി പെരുന്നാളിൻ്റെ സമയം നമ്മൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. നമ്മൾ ഇപ്രാവശ്യം ഇതുവരെയും വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി അവിടെ എത്തിയപ്പം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ പള്ളി. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ കടവൂർ പാലവും വരുന്നത്. അപ്പൊ ഈ ഒരു പാലത്തിന്റെ പണി ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പാലത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പാലത്തിന്റെ പണി പൂർത്തിയാവുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കൊല്ലത്തുനിന്ന് ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ഭാഗത്ത് റോഡുണ്ടേ. അപ്പോൾ ആ ഒരു റോഡേ കയറിയിട്ട് നമുക്ക് നേരെ ഇഞ്ഞ് ഈ ഭാഗത്ത് വന്നെത്താൻ പറ്റും. യാത്ര കുറച്ചും കൂടെ എളുപ്പമാവും കേട്ടോ. അപ്പം അവിടെ ഒരു മുറിപ്പാലം പോലെ ഇപ്പോൾ അത് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റോപ്പാക്കി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കാണിക്കാനായിട്ട്. അപ്പോൾ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ കായലിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നിന്നു. അപ്പം ഇവിടെ വെച്ച് എൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ അവരെന്തോ നെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കാണ്. അത്യാവശ്യം ഹൗസ് ബോട്ട് കാര്യങ്ങൾ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കയറണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വാശി പിടിക്കുകയാണ് കേട്ടോ രണ്ടുപേരും ഇവിടെ നിന്നിട്ട്. അങ്ങനെ അത്യാവശ്യം കൊക്കുകളും ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബോട്ടിൻ്റെ പിറകിൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട്. പിന്നെ നല്ല രീതിയിൽ വെയിലുണ്ടായതുകൊണ്ട് നമ്മൾ അധികം നിന്നില്ല. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെയിലത്തും ആ ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ നല്ലൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ നേരെ കയറിയിട്ടുണ്ടായിരുന്നു, അധികം തന്നെ നിന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകാനുള്ള ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് വരുന്നത്. അതാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അഡ്വഞ്ചർ പാർക്ക് കണ്ടപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്നായി അടുത്തത്. അപ്പോൾ നമുക്ക് കൊല്ലം ബീച്ചിലോട്ട് പോകുമ്പോൾ അവിടെ തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ ഈ ഒരു റോഡ് നേരെ ചെന്ന് നടക്കുന്നത് നമ്മുടെ കൊല്ലം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ ഇപ്പം ചെന്ന് എത്തുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ചെറിയൊരു ഹൗസ് ബോട്ടിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ബുക്കിംഗ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. നമുക്ക് അഷ്ടമുടി കായലിൻ്റെ ആ ഒരു എൻഡ് വരെ പോകും. നമുക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെയൊക്കെ പോയി കാണാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കൊല്ലത്തെ പാർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ജലകേളി പാർക്ക് കേട്ടോ. അപ്പം കൊല്ലം ബീച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു പാർക്ക്. കിഡ്സ് പാർക്കാണ്, നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. വലിയ പിന്നെ എൻട്രി ടിക്കറ്റിനൊക്കെ അത്യാവശ്യം 10 രൂപയൊക്കെ ഉള്ളായിരുന്നു. വലുതായിട്ട് ടിക്കറ്റിന് പ്രൈസ് ഒന്നുമില്ല. അത് കണക്ക് തന്നെ അത്യാവശ്യം റൈഡ് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് റൈഡുകൾ അവർ നമുക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും. പിന്നെ ചിലതിനൊക്കെ ഉള്ളു കേട്ടോ റേറ്റ് കാര്യങ്ങളൊക്കെ, അതും 20, 10 ആ ഒരു റേറ്റിനാണ് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുകൂടി ഇത് കണ്ടിട്ട് ഇനി ഇതിൽ കയറുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ആദ്യം മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്നിൽ കയറിയിട്ട് അവിടുന്ന് ചാടി ഇറങ്ങും, അടുത്തടുത്ത് പോകും, അങ്ങനെ ആദ്യം നമ്മൾ റിച്ചൂട്ടിന് ഇതൊക്കെ കണ്ട സമയത്ത് ഒന്ന് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഡക്കിനെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരും പിടിക്കണ്ട, ഞാൻ തന്നെ ഇതിനകത്തിരുന്ന് ആടിക്കോളാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ മോള് പിടിച്ചപ്പോൾ ആദ്യം ഒന്ന് കൈ തട്ടിക്കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ടെൻഷനുണ്ട്, ഇനിയിപ്പോൾ ബാക്കിലോട്ട് വീഴുകയോ വല്ലതും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അധികം നേരം ഇരുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ റിച്ചൂട്ടനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർ രണ്ടുകൂടി ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. ഓരോന്നിൽ കയറും, പെട്ടെന്ന് തന്നെ ഇറങ്ങും. അങ്ങനെ പിന്നെ ഈ ഒരു വെള്ളത്തിനകത്ത് ഇങ്ങനെ ചെറിയൊരു ബോട്ട് പോലെ വന്നിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കുട്ടി എന്താ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ലാവിഷായിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ റിച്ചൂട്ടനാണ് കേട്ടോ ഇതിനകത്തെല്ലാം ഇവരെക്കാട്ടിലും കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ തോന്നിയത്. പിന്നെ ഇതിൽ കയറിയ സമയത്ത് ചെറിയൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഡക്കിൽ കയറിയപ്പോൾ അവൻ അതിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നേ. ആ ഒരു ചെറിയ ആനക്കുട്ടി കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു.
അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റയാനും പിന്നെ കിട്ടുന്നതിനകത്തെല്ലാം ഇങ്ങനെ കയറി ഫുള്ളിങ്ങനെ ഓടി നടന്ന് കളിക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാർക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ബീച്ചിൽ വരുമെങ്കിലും ഈ ഒരു പാർക്കിൽ തൊട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ബീച്ചിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു പാർക്കിലാണ് കേട്ടോ കൂടുതൽ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു പാർക്ക് ഇപ്പോൾ ഓപ്പൺ അല്ല, അത് ഫുള്ളായിട്ട് അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഈ ഒരു പാർക്കിൽ നമ്മൾ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പാർക്കിൽ ഇതുവരെയും നമ്മൾ വരാത്തതിൻ്റെ ഒരു നഷ്ടബോധം നമുക്ക് ഇപ്പോഴാണ് വന്നത്. സാധാരണ നമ്മൾ വരും, ബീച്ചിൽ വരും, അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊരു എൻജോയ്മെന്റിന് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവർ അടിപൊളിയായിട്ട് കളിക്കും, ഓടി നടന്ന് കളിക്കും. അതിനുള്ള എല്ലാ ഒരു റൈഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുട്ടി കുട്ടി റൈഡുകളാണ്. നമ്മൾ പേടിക്കേണ്ടതൊക്കെ അത്രയ്ക്ക് വലുതായിട്ടുള്ള റൈഡും കാര്യങ്ങളും ഒന്നുമല്ല, കൊച്ചു. അങ്ങനെ ഇവർ ഓടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും എല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ ഓടി നടന്ന് എല്ലാത്തിലും കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കൂടി ഇവരെ കൂടെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കൂടെ റൈഹ ഒന്ന് ചെറുതായിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് സോൾവ് ചെയ്ത് പിന്നെ താഴേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഇവിടെ വന്ന സമയത്തായാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇതെന്തോ കായലെന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചൂട്ടനാണെങ്കിൽ അവരെന്തിലൊക്കെ കയറുന്നോ അതിലെല്ലാം റിച്ചൂട്ടനും കയറണം കേട്ടോ. അപ്പോൾ അവനും ആരും പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് അങ്ങ് ഇരുന്ന് ചെയ്യണം. അതുകൊണ്ട് ഇക്ക പിന്നെ എളുപ്പം തന്നെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത എന്തോ വേറെ എന്തൊക്കെയോ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഓടി ഓടി നടക്കാൻ രണ്ടുപേരും. ഇതിനിടയ്ക്ക് റിച്ചൂട്ടൻ പിന്നെ കയ്യിൽ നിന്നൊക്കെ ചാടി താഴേക്ക് ഇറങ്ങിയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവനും തകൃതിയിൽ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ മോളാണെങ്കിൽ ഇടയ്ക്കൊന്ന് വീണതിൻ്റെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നാലും പിന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈഡൊക്കെ കണ്ടപ്പം പിന്നെ കളിയുടെ ആ ഒരു ചിന്തയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റിച്ചൂട്ടൻ ഈ കസേര കയറിയിരിക്കാനുള്ള ഒരു ഇതിലാണ്. പിന്നെ അതിൽ ഇരുത്തിയില്ല, നമ്മളിനി മാറ്റിക്കൊണ്ടുവരുന്നു. പിന്നെ അവന് പറ്റിയ ഒരു സൈസൊത്തൊരു ആനയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തോട്ട് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അതിനകത്തിരുന്ന് കാര്യമായിട്ട് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ബീച്ചിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കുന്നില്ല. ഇവർക്ക് ഇവിടെ തന്നെ നിന്ന് കളിച്ചാൽ മതി എന്നുള്ള രീതിയായി. പിന്നെ ഒരു വിധത്തിലാണ് പെട്ടെന്ന് സമയം പോകുന്നു, ഇരുട്ടാകുന്നു, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവർ മൈൻഡേ ആക്കുന്നില്ല കേട്ടോ. ഇവർ കാര്യമായിട്ട് തന്നെ ഇവിടെ തകൃതിയിൽ കളി നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുകൂടെ കഴിഞ്ഞിട്ട് എന്തോ പ്ലെയിൻ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലെയിനിൽ കയറണം എന്നും പറഞ്ഞിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെന്തോ 20 രൂപ എങ്ങാണ്ടാണ് ഒരാൾക്ക്. അങ്ങനെ പിന്നെ രണ്ടുപേരും അതിനകത്ത് കയറി. ബാക്കി നമ്മൾ ഇത്രയും കയറി റെഡിനകത്ത് ക്യാഷ് ഒന്നും ആയിട്ടില്ല, അല്ലാതെ തന്നെ കുട്ടികൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഒരു 3-4-5 ഗെയിമുണ്ട്. അതിനകത്ത് മാത്രമേ റെഡിനകത്തേ ഉള്ളൂ പൈസയൊക്കെ ആവുന്നത്. ബാക്കി എല്ലാം ഫ്രീ ആണ് കേട്ടോ. കുട്ടികൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും. പിന്നെ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിനിലൊന്നും കയറ്റാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. പ്ലെയിനിൽ കയറി കറങ്ങിയപ്പോൾ തന്നെ തല കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഇതാക്കിയിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നേരെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് വന്നു കേട്ടോ. അപ്പോഴേക്കും അത്യാവശ്യം ഒരു 5:30 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. അത്യാവശ്യം ഒരു മഴയുടെ ആ ഒരു ക്ലൈമറ്റോട് ഇങ്ങനെ നിന്നതുകൊണ്ട് വലിയൊരു ചൂടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെ ആദ്യം വന്നു പറഞ്ഞാൽ ഇവരെ കണ്ണിൽ ഉടക്കിയത് ഈ ഒരു ബുക്കും പെയിൻസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പെയിന്റ് ഇങ്ങനെ ആദ്യമായിട്ടാണ് മേടിച്ചു കൊടുക്കുന്നത്, എന്തോന്നൊന്നും അറിയത്തില്ല. അപ്പം ആദ്യം റയാനാണ് വാങ്ങിച്ചത്. അപ്പോൾ അവന് വാങ്ങിച്ചപ്പോൾ മോക്കും വേണമെന്നും പറഞ്ഞിട്ട് ആകെ വാശി പിടിച്ച് പിന്നെ രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുത്ത്. ഒരു പെയിന്റിന്റെ സെറ്റും 2 ബുക്കുമായിട്ട് വാങ്ങിച്ചു കൊടുത്ത് ഷെയർ ചെയ്ത് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്ത്. ഇനി അടിയാവോ എന്തോന്നൊന്നും അറിയത്തില്ല, പക്ഷെ രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ചാടി മണ്ണിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് കളി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ തകൃതിയിൽ ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ചു നേരം നടന്നപ്പോൾ തന്നെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ് കയ്യിലെ മണ്ണൊക്കെ തട്ടിക്കളയുകയാണ് കേട്ടോ. അപ്പം ഇത്രയും തട്ടിക്കളയുന്നെങ്കിലും പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം റിച്ചൂട്ടൻ്റെ ഒരു കുരുത്തക്കേട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലക്കകത്ത് കുറച്ചിങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ടിട്ട് സോസും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബീച്ചിൽ വന്നാൽ ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കുന്നൊരു ഐറ്റമാണ്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാവരും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എരിവാണ്ട് കുട്ടികൾ കുറച്ചേ കഴിച്ചിട്ടുള്ളായിരുന്നു. ഇതിനിടയ്ക്ക് റിച്ചൂട്ടൻ ആ കഴിച്ചിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് മണ്ണ് കോരിയിട്ട് ഇങ്ങനെ കളിക്കാൻ കേട്ടോ. അപ്പോൾ അവനിവിടെ കാര്യമായിട്ട് കളിക്കുമ്പോൾ ഇവിടെ ഒരാൾ ഓടി നടന്ന് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ രണ്ടും കുറേ നേരം ഇങ്ങനെ നടന്ന് കളിച്ച് കഴിയുമ്പം അടുത്ത വിശപ്പ് വരും. അപ്പോൾ അടുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇടും കേട്ടോ. അങ്ങനെ പോയിട്ട് ഈ ഒരു കോളിഫ്ലവറിൻ്റെ ബജി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അത് എല്ലാവരും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. അത് വലിയ എരിവ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമൊക്കെ കുടിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ഒരുപാട് ഇരുട്ടുന്ന വരെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ.